സലാം അലൈക്കും ഛായക്കാര, എന്തുണ്ട്? സലാം സാർ, സലാം. വന്നാലും വന്നാലും ഇരുന്നാലും. ഞങ്ങൾ ഇവിടെ ഒരു എണ്ണക്കിണർ കുഴിക്കാനാണ് വന്നത്. അതിന് പറ്റിയ സ്ഥലം ഇവിടെ വല്ലതുണ്ടോ? എനിക്കാണെങ്കില് വെള്ളമുള്ള കിണറിനെ പറ്റിയേ അറിയാവൂ. അത് പോട്ടെ, സാരമില്ല ഛായക്കാര, നമുക്ക് ബലഡ് ബസിക്കുന്നുടോ. ഇവിടെ വല്ല ഈന്തപ്പയോ മുന്തിരിയോ ബാദാമോ അങ്ങനെ വല്ലതും കിട്ടുവോ? സാർ, എന്റെ സമോസ വളരെ പേര് കേട്ടതാ. കഴിക്കാൻ എടുക്കട്ടെ? എന്റെ പിസ്ത ബാദാം എങ്കിൽ 2 അൽ സമൂസ തരൂ. എന്റെ എണ്ണയില നീ ഇതുണ്ടാക്കിയത്. നന്നായിട്ടുണ്ട്, സൂപ്പർ. മാനേജർ, നമ്മൾ കുഴിക്കുന്ന എണ്ണക്കിണർ ഇവനിരിക്കട്ടോ. എന്നിട്ട് അതിൽ നിന്ന് കുറെ എണ്ണ കോരി അവൻ കുറെ സമൂസ ഉണ്ടാക്കട്ടെ. അങ്ങനെയാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നമുക്ക് ഒരു 19 അൽ സമൂസ കഴിക്കാലോ. വാലാ, എണ്ണയുള്ള കിണറോ എന്റെ പേരിലോ? ഇത് ഞങ്ങളുടെ പറ്റിലെത്തി ശരിക്കും. മോട്ടു പത്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. മോട്ടു, ആ ചായക്കടക്കാരനുണ്ടല്ലോ, അയാളുടെ കയ്യിലെങ്ങാനും നമ്മള് പെട്ടാൽ നമ്മളെ സ്കേറ്റ് ബോർഡാക്കി സ്കേറ്റിംഗ് ചെയ്യും. അതിന് മാത്രം തെറ്റൊന്നും നമ്മൾ ചെയ്തില്ലല്ലോ. ആദ്യമായിട്ടൊന്നുമല്ലല്ലോ നമ്മൾ കടം പറയുന്നത്. ഇതാരാ പത്തിലോ നമ്മളായിട്ട് ഇങ്ങനെ കറക്കുന്നത്? നമുക്ക് കണ്ടുപിടിക്കണ്ടേ? നമ്മള് സ്കേറ്റ് ചെയ്ത രീതി തെറ്റാണോ? നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് എവിടെ പോയി? നമ്മളല്ല ഇപ്പൊ സ്കേറ്റ് ചെയ്യുന്നത്. ഈ സ്കേറ്റിംഗ് ബോർഡ് നമ്മുടെ മുകളിൽ കയറി നമ്മളെ സ്കേറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇവര് രണ്ടുപേരും എവിടുന്നാ വരുന്നേ? ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് 10 കോടി രൂപ നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഈ ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇത് നമ്മുടെ ജോൺ ദ ഡോൺ ആണല്ലോ. ഇവൻ ഭൂമിക്കടിയിൽ എന്തെടുക്കുവോ? അവൻ യോഗ ചെയ്തോണ്ടിരിക്ക. നമ്മള് ഡിസ്റ്റർബ് ചെയ്യണ്ട. മോട്ടു അങ്കിൾ, പത്ലു അങ്കിൾ, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ ആകാശത്തിൽ നിന്ന് വരുമല്ലേ. മോളേതാ? ഈ തടിയന്മാരെ എന്നെ തട്ടിക്കൊണ്ട് വരായിരുന്നു. വരുന്ന വഴിയിൽ എന്റെ ബോഡി ഗാർഡ്സുമായി റേസ് വരെ നടത്തി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇവര് ചോക്ലേറ്റ്സും വാങ്ങിച്ചു തന്നു. ഒന്ന് വേഗം പറയൂ എന്റെ ചക്കര കുട്ടി, നീ ആരുടെ കുട്ടിയാ? എവിടത്തെ കുട്ടിയാ? കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ. ഡീസൽ ഇല്ലാതെ ബസ് ഓടില്ല, ഉപ്പില്ലാതെ കഞ്ഞിയും കൊള്ളില്ല. ബോസ് ഞാനാണ്, അവന്മാരല്ല. അടിക്കവന്മാരെ വിടരുത്. എന്തൊക്കെയായാലും എന്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നിങ്ങളുടെ മോളെ ഞാൻ എത്രയും പെട്ടെന്ന് രക്ഷിച്ച് കൊണ്ടുവരാം. ചിങ്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. മോട്ടു പത്ലു, എന്റെ മോളെ. ചിങ്കം സാറേ, ഈ മോളെ ജോൺ തട്ടിക്കൊണ്ടു പോവായിരുന്നു. ഞങ്ങളെ ഇവളെ രക്ഷിച്ചോണ്ട് എന്റെ മകളെ രക്ഷിച്ചതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. സർ, these are the best men I have. ഇവർ എന്നോടൊപ്പം ഉള്ളിടത്തോളം കാലം ഈ ഫുർഫുറ നഗരത്തിൽ ഒരു കുറ്റങ്ങളും സംഭവിക്കില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ മകളുടെ ബോഡി ഗാർഡ് ആവാൻ സമ്മതമാണോ? നിങ്ങൾ എത്ര പൈസ വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാൻ തയ്യാറാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തില് ഞങ്ങൾ എക്സ്പെർട്ടാ. All the best, മോട്ടു പത്ലു. മോട്ടു അങ്കിൾ പഠിച്ചോ? ഒരു ബോള് പോലും പിടിക്കാൻ അറിയില്ല. ഇപ്പൊ കണ്ടോ ഞാൻ എങ്ങനെ പിടിക്കുന്നേന്ന്. എന്റെ അമ്മയെ ഞാൻ ചത്തേ. മോട്ടു അങ്കിൾ, ആ ബോള് കാട്ടിലേക്ക് പോയി. ഇപ്പൊ ആ കുട്ടി ബോൾ എടുക്കാൻ വരുമ്പോ നമ്മൾ അവളെ പിടിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെ ഒരുപാട് പാമ്പുണ്ട്. അവിടേക്ക് പോവരുത്. അത് കാടിനകത്ത് ഒളിച്ചിരിക്കാം. ഞങ്ങൾക്ക് ഈ പാമ്പിനെയും പഴുതാരെയും ഒന്നും പേടിയില്ല. ആ മോട്ടു പത്ലു ബോൾ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ശബ്ദമുണ്ടാക്കാതെ ഇരിക്കണം.
ഒന്നും കൂടി ആഞ്ഞടിക്കും മോട്ടു. അകത്ത് എന്തെങ്കിലും ജീവികളുണ്ടെങ്കിൽ ഓടിപ്പോയിക്കോളും. താങ്ക് യു. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരിലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ മേളിന്ന് നോക്കുമായിരുന്നു നിങ്ങൾ എങ്ങനെയാ 3 പേരെയും ഓടിച്ചു വിട്ടതെന്ന്. ഗുഡ് ജോബ്. എന്നും ഇതുപോലെ തന്നെ ജോലി ചെയ്യണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ബോൾ പിടിക്കാൻ അറിയില്ല. ഒരു കാര്യം ചെയ്യാം, ആരാ ഒരുപാട് ദൂരെ ബോൾ കിക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഞാൻ അടിക്കാം. ഞാൻ ചത്തേ. ഇത് ബോളാണോ കല്ലാണോ? എന്ത് പറ്റി? നിന്റെ കാലിന് പടി കിട്ടിയോ? ഒരു കിക്ക് പോലും അടിക്കാൻ അറിയാത്തവൻ. നോക്കിക്കോ, എങ്ങനെ കിക്ക് ചെയ്യണം ഞാൻ കാണിച്ചു തരാം. എന്റെ കാലേ! അത് കിക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം അത് സിമന്റ് കൊണ്ടുണ്ടാക്കിയ ബോളാ. ആ മോട്ടു പത്ലുവിന്റെ അടുത്തത് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകണം. Left, right, left, right, left, right, left, right, left, right, left, right. പത്ലു രക്ഷിക്കൂ! ഒന്ന് നിർത്ത്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നിങ്ങളെന്താടാ ഒളിമ്പിക്കിന് ഓടാൻ പോവാണോ? നിക്ക് എന്തിനാ എത്ര സ്പീഡിൽ ഓടുന്നേ? എന്നെ രക്ഷിക്കൂ. നമ്മളിപ്പോ മുകളിൽ കയറി ആ പെൺകുട്ടിയുടെ റൂമിനടുത്തുള്ള ജനലിന്റെ അവിടെ ചെന്ന് അവളെ പൊക്കിക്കൊണ്ടുവരാം. പിന്നെ ഭീഷണിപ്പെടുത്തി 10 കോടി രൂപയും കൈക്കലാക്ക. നിങ്ങളോട് മുകളിൽ പോകാൻ ഇനി പ്രത്യേകം പറയണോ? ഇനി എന്റെ വായിൽ നിന്ന് കവിത കേട്ടാലേ നീയൊക്കെ ഇവിടുന്ന് അനങ്ങുള്ളൂ. കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ. Left, right, left, right, left, right, left. പത്ലു ഇത് കണ്ടോ? ഈ കയറുന്നത് എവിടുന്നാ വന്നത്? വാ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും ഇവരെ വളരെ സാഹസികമായിട്ടാണ് വീഴ്ത്തിയത്. അതുകൊണ്ട് ഞാനിപ്പോ ചിങ്കം പോലീസിനെ വിളിച്ച് ഇവരെ അറസ്റ്റ് ചെയ്യിക്കാൻ പോവാണ്. ഓടിക്കോ. ഈ ബോട്ട് പത്ലുവിനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. ഇവന്മാരെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കണം. ആലോചിക്ക. കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല. ഓ, എടാ മണ്ട, കവിതയുടെ കാര്യം വിട്ട് ആ പെൺകുട്ടിയെ പിടിക്കാൻ നോക്ക്. കുട്ടിയെ വേണമെങ്കിൽ 10 കോടി രൂപയുമായി ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം. പോലീസിനെ വിളിച്ച് അതിബുദ്ധി കാണിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പിന്നെ പെൺകുട്ടിയെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും എന്റെ ഈ ബൈക്ക് എടുത്ത് അവരെ ഫോളോ ചെയ്യണം. ഇതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ട്. ഈ ബൈക്ക് ഞാൻ പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ്. നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കോ, ഞാൻ ചിങ്കത്തിനെ വിളിച്ചോണ്ട് വരാം. ഞാൻ സ്പീഡ് കൂട്ടാൻ പോവാ. നമ്മൾ ജോണിനെ പിടിക്കാൻ ഇറങ്ങിയതാ, അല്ലാതെ അവന്റെ കൂടെ റേസിന് പോവല്ല. വേഗം തിരിച്ചു പോ. എന്തൊക്കെയാ നീ കാണിക്കുന്നേ? വണ്ടി ശരിക്കും ഓടിക്കാൻ അറിയില്ലേ? ബട്ടൺ എന്തിനാ അമർത്തിയേ? ആക്സിലേറ്റർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോ. പൊട്ടിച്ച കുട്ടിയുടെ മേത്ത് കൊള്ളില്ലേ? നിനക്ക് ഈ തോക്ക് ഉപയോഗിക്കാൻ അറിയാമോ? ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? ഇതുകൊണ്ട് പക്ഷി പോലും ചാവില്ല. എന്നാ പിന്നെ നീ അങ്ങ് ചെയ്. ഈ ബൈക്കിനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ?
ഇപ്പൊ എങ്ങനെയുണ്ട്? നമുക്കിനി ഇവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. പത്ലു, നീ ഇതിൽ ഏത് ബട്ടൺ അമർത്തിയത്? മോട്ടു, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അടിപൊളിയായിട്ടുണ്ട്. അച്ഛൻ നല്ല രസമുണ്ടായിരുന്നു. മോട്ടു പത്ലു അങ്കിൾ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. ജോൺ, യു ആർ അണ്ടർ അറസ്റ്റ്. ഹാൻഡ്സ് അപ്പ്. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും വളരെ ധൈര്യശാലികളാണ്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ജോണിനെ പിടിക്കാൻ കഴിഞ്ഞത്. ഇനി നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും എന്റെ മകളുടെ ബോഡിഗാർഡ് ആവാമോ? വേണ്ട.